ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കറണ്ട് അഫയേഴ്സ് ആണ്. ജനുവരി മാസത്തെ 2026 ജനുവരിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് കറണ്ട് അഫയേഴ്സ് എടുത്തേക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, LGSന് 20 മാർക്കും മെയിൻ LGSന് 20 മാർക്കും നമ്മുടെ പ്രിലിംസിന് 10 മാർക്കും LDCക്ക് 10 മാർക്കും ഒക്കെ ആയിട്ട് നല്ലൊരു സ്കോറുള്ള ഒരു പോർഷനാണിത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജനുവരി 1, ലോകത്ത് പുതുവർഷത്തെ ആദ്യം സ്വാഗതം ചെയ്തത് പസഫിക് ദ്വീപ് രാഷ്ട്രം കിരിബാതി. രാജ്യാന്തര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ദീപക് ശർമ്മ. സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യമായി മാറിയത് ഡെൻമാർക്ക്. ഗോവയിൽ പുതുതായി പ്രഖ്യാപിച്ച 3ാമത്തെ ജില്ല കുശാവതി. 2025 29ാമത് ദേശീയ സ്പോർട്സ് ക്ലൈംബിംഗ് ചാമ്പ്യൻഷിപ്പിൽ NSCC യൂത്ത് ഗേൾസിൽ അണ്ടർ-17 സ്വർണ്ണ മെഡൽ നേടിയത് അമീറ ഗോസ്ത്ര. US നഗരമായ ന്യൂയോർക്കിലെ മേയറായി 2026 ജനുവരി 1 ചുമതലയേറ്റിയ ഇന്ത്യൻ വംശജൻ സോഹ്റൻ മംതാനി. വിദ്യാർത്ഥികളെ ആയോധന കലകൾ ഉൾപ്പെടെ അഭ്യസിപ്പിച്ച് സ്വയം പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന പദ്ധതി ധീര. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 101ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2025 ഡിസംബറിൽ രാഷ്ട്ര പ്രേരണാ സ്ഥൽ രാജ്യത്തിനായി സമർപ്പിച്ചത് ലക്നൗ, ഉത്തർപ്രദേശ്. ജനുവരി 2 മന്നം ജയന്തി. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൗമൻ സൈൻ. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജനപങ്കാളിത്തത്തോടെ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് വൈബ് ഫോർ വെൽനസ്. 2026 ഫെബ്രുവരി 1 മുതൽ പുകയില ഉൽപ്പന്നങ്ങളുടെ പുതുക്കിയ നികുതി നിരക്ക് 40%. യൂറോപ്യൻ യൂണിയന്റെ ഏകീകൃത കറൻസി ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യം ബൾഗേറിയ. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി കാനൽ. രാത്രിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന പൗരന്മാർക്കും സ്ത്രീകൾക്കുമായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി നിഴൽ. വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റത് എയർ മാർഷൽ നാഗേഷ് കപൂർ. ജനുവരി 3, കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാകുന്ന ആദ്യ വ്യക്തി ആന്റണി രാജു. NCTA കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യയിൽ മരണപ്പെട്ട കടുവകളുടെ എണ്ണം 166-ൽ കൂടുതൽ മധ്യപ്രദേശ് 55. വിലാസിനി സ്മാരക സമിതിയുടെ 2026 നോവൽ പുരസ്കാരത്തിന് അർഹനായത് സലിൻ മാങ്കുഴി കൃതി. 2026 ജനുവരിയിൽ അമേരിക്കയിൽ കനത്ത നാശനഷ്ടം വിതച്ച ശീതക്കാറ്റ് എസ്ര. ഇന്ത്യയിൽ ആദ്യമായി മെഗിറ്റസ് ഗോബി മത്സ്യത്തെ കണ്ടെത്തിയ സ്ഥലം ആര്യപ്പള്ളി, ഒഡീഷ. അരി ഉൽപാദനത്തിൽ ചൈനയെ മറികടന്ന് ആഗോളതലത്തിൽ 1ാമതെത്തിയ രാജ്യം ഇന്ത്യ. കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി ശ്രീകുമാർ ജി പിള്ള. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് കാർത്തികേയൻ മാണിക്യം. ജനുവരി 4, കേരളത്തിൽ രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് ജനുവരി 4. ലോക ബ്രെയിൻ ദിനം ജനുവരി 4. സ്കില്ലിംഗ് ഫോർ AI റെഡിനസ് പ്രോഗ്രാം ഏത് മന്ത്രാലയത്തിന്റെ സംരംഭമാണ്? നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം. ഭഗവാൻ ബുദ്ധന്റെ പവിത്രമായ പിപ്രഹ തിരുശേഷിപ്പുകളുടെ ഗ്രാൻഡ് ഇന്റർനാഷണൽ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്ത നഗരം ന്യൂഡൽഹി. ക്ലോസ് ക്വാർട്ടർ ബാറ്റിൽ കാർബൈൻ ഏത് സംഘടനയാണ് രൂപകൽപ്പന ചെയ്തത്? DRDO. 8ാമത് സംസ്ഥാന ശമ്പള കമ്മീഷൻ രൂപീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആസാം. തിരുവിതാംകൂർ ചരിത്രം വിശദമായി രേഖപ്പെടുത്തുന്ന ആദ്യ ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത് കനകക്കുന്ന് കൊട്ടാരം. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രൊജക്ട് എക്സലൻസ് അവാർഡ് സ്വന്തമാക്കിയ തുറമുഖം വിഴിഞ്ഞം തുറമുഖം. ജനുവരി 5, 38ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി, കൊച്ചി. നിലവിൽ ഇന്ത്യയിലെ ഏത് സംരക്ഷിത പ്രദേശത്തിന്റെ ഫീൽഡ് ഡയറക്ടറാണ് ഡോക്ടർ സൊനാലി ഘോഷ്? കാസിരംഗ ദേശീയോദ്യാനം. സംസ്ഥാനത്തെ ആദ്യ ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയം പൂർത്തിയാക്കുന്നത് ഒറ്റപ്പാലം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭ ശ്രീകണ്ഠാപുരം, കണ്ണൂർ. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിച്ചത് ശാസ്താംകോട്ട.
സ്പൈസസ് ബോർഡ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഇനം ഉലുവയില. അശാസ്ത്രീയമായ ഭൂവിനിയോഗ മാറ്റങ്ങൾ പരിസ്ഥിതിക്ക് മേൽ സൃഷ്ടിക്കുന്ന ആഘാതത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് സംസ്ഥാനത്തെ കർഷകർക്കായി നടപ്പിലാക്കിയ പദ്ധതി പ്രകൃതിപാഠം. 2025 മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച ജനുവരി 6. ULPGM V3 എന്നാൽ ആളില്ലാ വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈൽ. അൺനെയിംഡ് ഏരിയൽ വെഹിക്കിൾ ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ. റെയിൽപാളങ്ങൾക്കിടയിൽ നീക്കം ചെയ്യാവുന്ന തരത്തിലുള്ള സോളാർ പാനൽ സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് വാരണാസി. ഫൈൻഡിങ് മൈ വേ എന്ന പുസ്തകം രചിച്ചത് മലാല യൂസഫ്സായി. ലോകത്തിലെ ആദ്യത്തെ സൗരോർജ താപനിലയം ആരംഭിച്ചത് ഗോബി മരുഭൂമി. ലോകത്തിലെ ആദ്യത്തെ സൗരോർജ താപനിലയം ആരംഭിച്ചത് ഗോബി മരുഭൂമി. KSRTCയുടെ ഗുഡ്വിൽ അംബാസഡറായി നിയമിതനായത് മോഹൻലാൽ. പൊതുമേഖലയിലെ ഇന്റർനെറ്റ് സേവനദാതാക്കളായ K-ഫോണിന്റെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന കടുവ. 2026 ജനുവരിയിൽ അന്തരിച്ച 1990 ലോക കിരീടം നേടിയ മുൻ ഇന്ത്യൻ ബില്ലിയാർഡ്സ് താരം മനോജ് കോത്താരി. ഇദ്ദേഹത്തിന് ധ്യാൻചന്ദ് പുരസ്കാരം 2005 ലഭിച്ചിട്ടുണ്ട്. 2026 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം കുറാസാവോ. ജനുവരി 7. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ. 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ശ്രീ തിരുവിഴ ജയശങ്കർ നാഗസ്വര വിദ്വാൻ. ഇന്ത്യ S-500 പ്രോമിത്യൂസ് ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്ന രാജ്യം റഷ്യ. ദുർബലരായ കുട്ടികൾക്ക് സംരക്ഷണം നൽകുക, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി മിഷൻ വാത്സല്യ. ഇന്ത്യയിലെ തിരഞ്ഞെടുത്ത നഗരങ്ങളെ ലോകത്തിലെ മറ്റ് നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ട്വിന്നിംഗ് ഓഫ് സീറ്റ്സ് പദ്ധതിയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം കോഴിക്കോട്. വാസ്കോഡ ഗാമയുടെ ജന്മസ്ഥലമായ പോർച്ചുഗലിലെ സിൻസിന്റെ ഇരട്ട നഗരമായാണ് കോഴിക്കോടിനെ പ്രഖ്യാപിച്ചത്. രാജ്യത്തെ ആദ്യത്തെ എയർബസ് A321 XLR മോഡൽ വിമാനം സ്വന്തമാക്കിയ കമ്പനി ഇൻഡിഗോ. രാജ്യത്തെ ആദ്യ കടലാസുരഹിത ജില്ലാ ജുഡീഷ്യൽ കോടതി കൽപ്പറ്റ കോടതി. ജനുവരി 8. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പ്രോജക്ടിന്റെ ഭാഗമായി ആദ്യ പർവ്വത തുരങ്കം നിർമ്മിച്ചത് പാൽഘർ, മഹാരാഷ്ട്ര. 2026 ജനുവരിയിൽ അന്തരിച്ച വിഖ്യാത ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകൻ ബേല താർ. സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. മുൻകൂറായി പണം അടച്ചില്ലെങ്കിലും അടിയന്തര ചികിത്സ നിഷേധിക്കരുതെന്നും ചികിത്സാ നിരക്ക് പരസ്യപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ശരിവച്ച നിയമം കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട്. സമ്പൂർണമായി ശീതീകരിച്ച ക്ലാസ് മുറികളുള്ള രാജ്യത്തെ ആദ്യ സർക്കാർ LP സ്കൂൾ മേൽമുറി മുട്ടപ്പടി ഗവൺമെന്റ് LP സ്കൂൾ മലപ്പുറം. ജനുവരി 9. UN എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ അഫയേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ 2025-26 വർഷത്തെ GDP വളർച്ചാ നിരക്ക് 7.2%. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ആറളം. പ്രാരംഭഘട്ട ക്യാൻസർ പരിശോധനയ്ക്കായി ആശാവാൻ മൊബൈൽ യൂണിറ്റ് സംവിധാനം സജ്ജമാക്കിയ സംസ്ഥാനം ഗുജറാത്ത്. 2026 ജനുവരിയിൽ ലെതർ എക്സ്പോർട്ട് കൗൺസിലിന്റെ ചെയർമാനായി ചുമതലയേറ്റത് രമേശ് കുമാർ ജുനേജ. ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ 31 ഏജൻസികൾ ഉൾപ്പെടെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ച രാജ്യം US. 72ാമത് ദേശീയ സീനിയർ വോളിബോൾ മത്സരങ്ങളുടെ വേദി വാരണാസി, ഉത്തർപ്രദേശ്. അടുത്തത് ജനുവരി 10. വേൾഡ് ഹിന്ദി ഡേ. ലോക ഹിന്ദി ദിനം ജനുവരി 10. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി അധിഷ്ഠിത AI ക്ലിനിക്ക് ജിംസ് നോയിഡ. ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ APJ അബ്ദുൽ കലാം ദേശീയ അവാർഡ് ലഭിച്ചത് രമേശ് ചെന്നിത്തല. കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച വയനാട്ടിലെ കാർഷിക വിള വയനാടൻ റോബസ്റ്റ കാപ്പി. ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ബുദ്ധി അധിഷ്ഠിത അംഗൻവാടി ഉദ്ഘാടനം ചെയ്ത ബാത്മാന ഗ്രാമം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. മദർ മേരി ക്യൂംസ് ടു മീ എന്ന ആത്മകഥ അരുന്ധതി റോയ്.
ജനുവരി 11 കുട്ടനാട്ടിലെ മാങ്കോം MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറക്കിയ വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കാൻ കഴിയുന്ന പുതിയ ഇനം നെൽവിത്ത്. 2026 ശൈത്യകാല പാരാലിമ്പിക്സ് വേദിയായി പ്രഖ്യാപിച്ചത് ഇറ്റലി. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദിയായി പ്രഖ്യാപിച്ചത് ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് 2026 ജേതാക്കൾ കേരള വനിതാ ടീം. ഇന്ത്യയിലുടനീളമുള്ള ഡിജിറ്റൽ ക്രിയേറ്റർമാരെ ശാക്തീകരിക്കുന്നതിനായി ക്രിയേറ്റേഴ്സ് കോർണർ പ്ലാറ്റ്ഫോം ആരംഭിച്ച സ്ഥാപനം പ്രസാർ ഭാരതി. ജനുവരി 12 ദക്ഷിണ സുഡാനിലെ സമാധാന ദൗത്യത്തിനിടയിൽ ലിംഗസമത്വത്തിനും സ്ത്രീകളുടെ സുരക്ഷയ്ക്കും നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ച് 2025 ഐക്യരാഷ്ട്രസഭ UN സെക്രട്ടറി ജനറൽ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആർമി ഓഫീസർ. ബാഴ്സലോണ ഫൈനലിൽ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചു 3-2. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് EP രാജഗോപാലൻ. ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് പുരസ്കാരം. 2026 ദേശീയ യുവജന ദിനത്തിന്റെ പ്രമേയം ഇഗ്നൈറ്റ് ദ സെൽഫ്, ഇംപാക്ട് ദ വേൾഡ്. ജനുവരി 12 രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന രണ്ടാമത്തെ താരമായി വൈകിയത് വിരാട് കോഹ്ലി. 2026 ജനുവരിയിൽ ദ്വിദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ്. അടുത്തത് ജനുവരി 13 ദക്ഷിണ സുഡാനിലെ സമാധാന ദൗത്യത്തിനിടയിൽ ലിംഗസമത്വത്തിനും സ്ത്രീകളുടെ സുരക്ഷയ്ക്കും നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ച് 2025 ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആർമി ഓഫീസർ മേജർ സ്വാതി ശാന്തകുമാർ. 2025 ചാമ്പ്യൻസ് ബോട്ടിൽ ലീഗ് ജേതാക്കളായത് വിയപുരം ചുണ്ടൻ. പരിശീലനം സിദ്ധിച്ച 1,00,000-ലധികം ഡ്രോൺ ഓപ്പറേറ്റർമാരെ അണിനിരത്തിക്കൊണ്ട് കരസേന രൂപീകരിച്ച സ്പെഷ്യൽ ഫോഴ്സ് ബറ്റാലിയൻ ഭൈരവ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ IOA പുനരുജ്ജീവിപ്പിച്ച നാഷണൽ ഒളിമ്പിക് അക്കാദമി NOA ഡയറക്ടറായി നിയമിതനായത് ഗഗൻ നാരംഗ്. അടുത്തത് ജനുവരി 14 ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് നയം അവതരിപ്പിച്ച സംസ്ഥാനം തമിഴ്നാട്. സാമൂഹിക ബഹിഷ്കരണം കുറ്റകരമാക്കിക്കൊണ്ടുള്ള പുതിയ നിയമം നിലവിൽ വന്ന സംസ്ഥാനം കർണാടക. ഐഫോണുകളിൽ അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിനായി ആപ്പിളുമായി സുപ്രധാന കരാറിലേർപ്പെട്ട കമ്പനി ഗൂഗിൾ. 2026 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് സിംബാബ്വെ, നമീബിയ. 2026 ജനുവരിയിൽ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന്റെ ബാലശാസ്ത്ര സാഹിത്യ അവാർഡ് ലഭിച്ചത് പ്രദീപ് ഓർക്കാണ്ടേരി. പുല്ലരി മധുരം എന്ന കൃതിക്കാണ് പുരസ്കാരം. ചന്ദ്രയാൻ 3 ദൗത്യത്തെക്കുറിച്ച് പുറത്തിറക്കുന്ന വെബ് സീരീസ് സ്പേസ് ജെൻ ചന്ദ്രയാൻ. 2026 ബ്രിക്സ് ഉച്ചകോടി വേദി ഇന്ത്യ. അടുത്തത് ജനുവരി 15 2026 ഇന്ത്യയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയം ബിൽഡിംഗ് ഫോർ റിസലിയൻസ്, ഇന്നോവേഷൻ, കോർപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. 2026 ഇന്ത്യൻ കരസേനാ ദിനത്തിന്റെ പ്രമേയം ജനുവരി 15 ഇയർ ഓഫ് നെറ്റ്വർക്കിംഗ് ആൻഡ് ഡേറ്റ സെൻട്രിസിറ്റി. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 18ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് S ഹരീഷ്. പട്ടുനൂൽപ്പുഴു എന്ന നോവലിനാണ് പുരസ്കാരം. BSFന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് പ്രവീൺ കുമാർ. പരിസ്ഥിതി നോവൽ എന്നറിയപ്പെടുന്ന ട്രെയിലർ പ്രൈസ് 2026 നേടിയ അമേരിക്കൻ ജീവശാസ്ത്രജ്ഞൻ ടോബി ക്രിയസ്. ഹെൻലി പാസ്പോർട്ട് സൂചിക 2026 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂർ. ജനുവരി 16 ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ ബാങ്കിംഗ് ടെക്നോളജി അവാർഡ്സിൽ മികച്ച ഫിൻടെക് ആൻഡ് DPI അഡോപ്ഷനുള്ള പുരസ്കാരം നേടിയ ബാങ്ക് കർണാടക ബാങ്ക്. ബഹിരാകാശ യാത്രികരിൽ ഒരാളുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ദൗത്യം വെട്ടിച്ചുരുക്കി ഭൂമിയിലേക്ക് മടങ്ങിയ ബഹിരാകാശ ദൗത്യം ക്രൂ 11. 2026 ജനുവരിയിൽ മെറ്റ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായി നിയമിതനായത് ദിന പൗവൽ മക്കോർമിക്. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ രഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യം ജർമ്മനി. ജനുവരി 17 ഇന്ത്യയിലെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പ് ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ഹൗറ, കൊൽക്കത്ത, കാമാഖ്യ, ഗുവാഹത്തി. 2025-26 വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ വിദർഭ. റണ്ണേഴ്സ് സൗരാഷ്ട്ര. മികച്ച താരം അമൻ മോക്കഡെ. ഫൈനലിന്റെ വേദി ബാംഗ്ലൂർ. മോക്കയുടെ വിദർഭ.
ഇന്ത്യൻ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്ന ആദ്യ സർവീസ് കമ്മീഷൻ കേരള PSC. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ 92ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആര്യൻ വർഷേണായി. 78ാമത് കരസേനാ ദിനാചരണത്തിന് വേദി ജയ്പൂർ, രാജസ്ഥാൻ. ജനുവരി 18 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് കിരീടം നേടിയ ജില്ല കണ്ണൂർ. 2ാം സ്ഥാനം തൃശൂർ. സമാപന ചടങ്ങിലെ വിശിഷ്ടാതിഥി മോഹൻലാൽ. 2024 അഖിലേന്ത്യാ അന്തർ സർവകലാശാല അത്ലറ്റിക്സ് മീറ്റ്സ് ഓവറോൾ ജേതാക്കൾ മദ്രാസ് സർവകലാശാല. ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്കും ഭരണപരമായ മേൽനോട്ടത്തിനുമായി 2026 ജനുവരിയിൽ നിലവിൽ വന്ന ഗാസ ബോർഡ് ഓഫ് പീസിന്റെ അധ്യക്ഷൻ ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വെർജിൻ AI പാർക്ക് സ്ഥാപിതമാകുന്നത് ചെന്നൈ. 2026 ജനുവരിയിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ 3000 പേരോളം കൊല്ലപ്പെട്ട രാജ്യം ഇറാൻ. അടുത്തത് ജൂലൈ 19. 2026 ജനുവരിയിൽ ഇന്ത്യൻ റെയിൽവേയുടെ പരമോന്നത സേവന ബഹുമതിയായ അതിവിശിഷ്ട റെയിൽ സേവ പുരസ്കാർ നേടിയ RPF ഇൻസ്പെക്ടർ ചന്ദന സിംഗ്. ഉത്തർപ്രദേശിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നായി 1500-ലധികം കുട്ടികളെ മനുഷ്യക്കടത്ത് സംഘങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ധീരമായ ഇടപെടലിനാണ് അംഗീകാരം ലഭിച്ചത്. 2026 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ജേതാവ് ലീൻ ചൂൻ യുയി. 2026 ജനുവരിയിൽ ഏകദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. 25 വർഷം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ 2026 ജനുവരിയിൽ യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ട ലാറ്റിൻ അമേരിക്കൻ കൂട്ടായ്മ മെർകൗസർ. ലോകത്തിലെ ആദ്യ ഹൈബ്രിഡ് ആണവ നിലയം സ്ഥാപിക്കുന്ന രാജ്യം ചൈന. അടുത്തത് ജനുവരി 20. 2025 ജനുവരിയിൽ വിരമിച്ച പ്രശസ്ത ഇന്ത്യൻ ബാഡ്മിന്റൺ താരം സൈന നെഹ്വാൾ. സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന പേരിൽ ഹനുമാൻ പ്രതിമ സ്ഥിതി ചെയ്യുന്ന രാജ്യം USA. ആഗോള സാമ്പത്തിക സഹകരണ ഫോറത്തിന്റെ പ്രഥമ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം മുംബൈ. 2025 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ സെനഗൽ. റണ്ണേഴ്സ് അപ്പ് മൊറാക്കോ. വേദി മൊറാക്കോ. മികച്ച താരം സാദിയോ മാനെ, സെനഗൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് കടൽ മത്സ്യകൃഷി പദ്ധതി ആരംഭിച്ചത് നോർത്ത് ബേ, ആൻഡമാൻ കടൽ. ജനുവരി 21. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56ാം വാർഷിക സമ്മേളനത്തിൽ പ്രമേയം എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ്. വേദി ദാവൂസ്, സ്വിറ്റ്സർലൻഡ്. ഗുജറാത്തിന് ശേഷം ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനം രാജസ്ഥാൻ. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ CRPFന്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യ വനിതാ ഉദ്യോഗസ്ഥയാകുന്നത് സിമ്രാൻ ബാല. നംബിയോ ഗ്ലോബൽ സേഫ്റ്റി ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ 1ാമതെത്തിയത് അബുദാബി. ആഗോളതലത്തിൽ 5G മൊബൈൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2. അടുത്തത് ജനുവരി 22. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന്റെ മാതൃകയിൽ ഹിന്ദി ഒഴികെ 7 ഭാഷകളിൽ സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തുന്ന സംസ്ഥാനം തമിഴ്നാട്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഒഡിയ, ബംഗാളി, മറാത്തി എന്നിവയാണ് ഭാഷകൾ. 2025-26 G7 ഉച്ചകോടിയുടെ വേദികൾ 2025 കാനക്സിസ് ആൽബർട്ട, കാനഡ. 2026 ഏവിയാൻ ലെസ് ബേസ്ഡ്, ഫ്രാൻസ്. സംസ്ഥാനത്തെ യുവതിയുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി കണക്ട് ടു വർക്ക്. ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം യുറോക്ക. ലോകത്തിലെ ആദ്യ ഹ്യൂമാനോയിഡ് റോബോട്ട് ഗെയിംസ് നടന്നത് ബെയ്ജിംഗ്. അടുത്തത് ജനുവരി 23. പരാക്രം ദിവസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജന്മദിനം ജനുവരി 23. 98ാമത് ഓസ്കാർ അക്കാദമി അവാർഡിൽ 16 നാമനിർദ്ദേശങ്ങൾ നേടി ചരിത്രം സൃഷ്ടിച്ച ചലച്ചിത്രം സിന്നേഴ്സ്. 2026 ജനുവരിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാനായി കേരള സർക്കാർ നിയമിച്ചത് ബാബു മാത്യു P. ജോസഫ്. സത്യജിത് റായ് ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റായ് പുരസ്കാരം നേടിയത് TV ചന്ദ്രൻ.
ബ്രിക്സിന്റെ സ്ഥാപനപരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ വിട്ടുനിന്ന ബ്രിക്സ് പ്ലസ് നാവികാഭ്യാസം ബിൽ ഫോർ പീസ് 2026. 7ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സിവിൽ എക്സ്പോസ് ആൻഡ് സമ്മിറ്റ് വേദി കൊച്ചി. അടുത്തത് ജനുവരി 24. കേരള സർക്കാരിന് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരം. ബാഡ്മിന്റൺ സിംഗിൾസിൽ 500 വിജയങ്ങൾ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം PV സിന്ധു. യാത്രക്കാരുടെ സുരക്ഷയും സേവന നിലവാരവും മെച്ചപ്പെടുത്താൻ ഇന്ത്യൻ റെയിൽവേ വിശാഖപട്ടണം സ്റ്റേഷനിൽ അവതരിപ്പിച്ച AI ഹ്യൂമനോയിഡ് റോബോട്ട് ACS അർജുൻ. കേന്ദ്ര സർക്കാരിന്റെ 2026 സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരം നേടിയത് ലഫ്റ്റനന്റ് സീത അശോക് ഷെൽക്കെ. വയനാട് പ്രകൃതി ദുരന്തത്തിൽ ബെയിലി പാലത്തിന്റെ നിർമ്മാണവും മറ്റ് രക്ഷാപ്രവർത്തനങ്ങളും ഫലപ്രദമായി നയിച്ചതിനാണ് അംഗീകാരം. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ ഔദ്യോഗിക ടാബ്ലോയിഡ് പ്രമേയങ്ങൾ. കൊച്ചി വാട്ടർ മെട്രോ 100% ഡിജിറ്റൽ സാക്ഷരത. അടുത്തത് ജനുവരി 25. ദേശീയ സമ്മതിദായക ദിനം ജനുവരി 25. പ്രമേയം മൈ ഇന്ത്യ മൈ വോട്ട്. 2026 ജനുവരിയിൽ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര പുരസ്കാരത്തിന് അർഹനായത് ശുഭാംശു ശുക്ല. 2026 ജനുവരിയിൽ രണ്ടാമത്തെ പരമോന്നത സൈനിക ബഹുമതിയായ കീർത്തി ചക്ര പുരസ്കാരത്തിന് അർഹനായത് പ്രശാന്ത് നായർ. 2026 ജനുവരിയിൽ ശൗര്യ ചക്ര പുരസ്കാരത്തിന് അർഹയായ മലയാളി നാവിക ലഫ്റ്റനന്റ് കമാൻഡന്റ് K ദിൽന, ലഫ്റ്റനന്റ് കമാൻഡന്റ് രൂപ. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ്ബോട്ട് പഞ്ചം, പഞ്ചായത്ത് അസിസ്റ്റൻസ് ആൻഡ് മെസ്സേജിംഗ് ചാറ്റ്ബോട്ട്. 2026 ജനുവരിയിൽ 75ാം ജന്മവാർഷികം ആചരിക്കുന്ന നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപു. ജനുവരി 26. 2026 ജനുവരി 26 നടന്ന ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി എത്തിയത് ഉർസുല വോൺ ഡെൻ ലെയ്ൻ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ്. അന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ്. ടെന്നീസ് ചരിത്രത്തിൽ 400 ഗ്രാൻഡ്സ്ലാം വിജയങ്ങൾ നേടുന്ന ആദ്യ താരം നോവാക് ജോക്കോവിച്ച്. അംഗീകൃത മെഡിക്കൽ ബിരുദമില്ലാതെ ഫിസിയോ ഓക്യുപേഷൻ തെറാപ്പിസ്റ്റുകൾ പേരിനൊപ്പം ഡോക്ടർ എന്ന് ചേർക്കുന്നത് കുറ്റകരം അല്ലെന്ന് വിധിച്ച ഹൈക്കോടതി. കേരള ഹൈക്കോടതി. 2026 ജനുവരിയിൽ അന്തരിച്ച കേരള ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയും തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരം നിർണ്ണയിക്കാൻ സുപ്രീംകോടതി നിയമിച്ച ഏകാംഗ സമിതിയുടെ ചെയർമാനുമായ വ്യക്തി ജസ്റ്റിസ് S സിരിജഗൻ. 2026 ICC പുരുഷ T20 ലോകകപ്പിൽ ബംഗ്ലാദേശിന് പകരമായി ഉൾപ്പെടുത്തിയ ടീം സ്കോട്ട്ലൻഡ്. ജനുവരി 27. കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം. സവിശേഷ സർക്കാർ ജീവനക്കാരായി AI അധിഷ്ഠിത കർത്തവ്യ ഹാജർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം കർണാടക. ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ പ്രദർശനമായ വിങ്സ് ഇന്ത്യ 2026ന്റെ വേദി ഹൈദരാബാദ് ബീഗംപേട്ട് വിമാനത്താവളം. വിദ്യാർത്ഥികളുടെ മാനസിക സുസ്ഥിരതയും പഠന പുരോഗതിയും ലക്ഷ്യമാക്കി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി സ്നേഹം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കുന്ന ആദ്യ മത്സരാർത്ഥി സിയ ഫാത്തിമ. ജനുവരി 28. 18 വർഷത്തെ ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയുമായി സ്വാതന്ത്ര്യ വ്യാപാര കരാർ ഒപ്പുവെച്ച കൂട്ടായ്മ യൂറോപ്യൻ യൂണിയൻ. കേരള സർക്കാർ ഏർപ്പെടുത്തിയ 2024 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ടെസി തോമസ്. ഭരണനിർവഹണത്തിൽ നിർമ്മിത ബുദ്ധി ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി കേരള AI മിഷൻ. ഇന്ത്യയിൽ ആദ്യമായി മെനോപോസ് ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി സമഗ്ര നഗര നയം രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളം. പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അക്ഷരം ആരോഗ്യം. അടുത്തത് ജനുവരി 29. 2026 ജനുവരി 28 വിമാനാപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ 6 തവണ ഉപമുഖ്യമന്ത്രിയായി. ബാരാമതിക്ക് സമീപം ലെർജറ്റ് 45 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച നിശ്ചയ ദൃശ്യത്തിനുള്ള പുരസ്കാരം നേടിയത് മഹാരാഷ്ട്ര. 2ാം സ്ഥാനം ജമ്മു കാശ്മീർ. 3ാം സ്ഥാനം കേരളം. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി നിലവിൽ വന്ന സംസ്ഥാനം ആസാം. ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി നിയമിതനായത്
സോഫി മോളിന്യു. ജനുവരി 30 രക്തസാക്ഷി ദിനം. 2026 ജനുവരിയിൽ ലോക കേരള സഭയുടെ 5ാം പതിപ്പിന് വേദിയാകുന്നത് തിരുവനന്തപുരം. 2025 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാന്നറിയാവോ? കമന്റ് ചെയ്യണേ. ഡോക്ടർ കെ ശ്രീകുമാർ, എം ടി വാസുദേവൻ നായർ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിനാണ് പുരസ്കാരം. ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ചേമ്പിനം ജാമുനി. സമർത്ഥ് പോർട്ടൽ വഴി കെട്ടിട നികുതി ശേഖരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ല ധംതാരി, ഛത്തീസ്ഗഡ്. അടുത്തത് ജനുവരി 31. ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൺ സിംഗിൾസ് വിജയിയായത് യെലേന റൈബാക്കിന. ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസിൽ വിജയികളായത് ഓസ്ട്രേലിയയുടെ ഒലിവിയ ഗൊഡാക്കി ജോൺ പിയേഴ്സ് സഖ്യം. 1859 ശേഷം ആദ്യമാണ് ഓസ്ട്രേലിയയിൽ ഓപ്പണിൽ മിക്സഡ് ഡബിൾ സഖ്യ കിരീടം നിലനിർത്തുന്നത്. 62 വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയയിൽ ഓപ്പൺ ഡബിൾസിൽ മിക്സഡ് ഡബിൾ കിരീടം നിലനിർത്തുന്ന ഓസ്ട്രേലിയൻ സഖ്യവും ഇവരാണ്. അജിത് പവാറിന്റെ മരണത്തിന് ശേഷം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത് സുനേന്ദ്ര പവാർ, അജിത് പവാറിന്റെ ഭാര്യ. 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി, കൊച്ചി. പ്രമേഹ രോഗത്തിന്റെയും ഹൃദ്രോഗത്തിന്റെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള പുതിയ ഇനം ചേമ്പ് ജാമുനി ചേമ്പ്. ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചത്. അപ്പൊ അടുത്ത ഇത് ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ആദ്യമായിട്ട് കാണുന്നവരാണ് ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ.